ഹലോ ഗൈസ്, ഞങ്ങള് വെറുതെ ഒരു പണിയില്ലാണ്ട് വീട്ടിലിരുന്നപ്പോൾ നമ്മൾ കോഴിക്കോട് പോവാണ്. വെറുതെ അല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും കാര്യത്തിനാണോ? ഇല്ല, വെറുതെ പോവാണ്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. വൈകുന്നേരം തിരിച്ചു അതിലേജ് വിളിക്കാം, ചിലപ്പോൾ കോഴിക്കോടുണ്ടാവും. ഇന്നലെ എന്നെ വിളിച്ചിന്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. എന്തെങ്കിലും പറയാനുണ്ടോ ബർത്ത്ഡേ ബോയ്ക്ക്? താങ്ക്സ്. അതാണോ പറയാനുള്ളത്? അത്രയുള്ളൂ. നമ്മളേ പോകുന്നതിൻ്റെ ഇടയിൽ ഭയങ്കര വിശപ്പ്. കോഴിക്കോട് എത്തിയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് വിചാരിച്ച. അപ്പം പക്ഷേ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ലഘുക്കടി എന്തെങ്കിലും കഴിക്കാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം എവിടെയാണ്. ഇവിടെ മീഡിയ വണ്ണില്ലല്ലോ. നമ്മൾ മീഡിയ വണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ലേസ് വാങ്ങി. ലേസ് വാങ്ങി. എന്താ കുടിച്ചേ? പപ്സും. ഞാനില്ലേ പപ്സും ലൈമും കുടിച്ചു. അയ്യോ, പപ്സും സോഡ സർബത്ത്. ഞങ്ങൾ വീണ്ടും പോവുകയാണ്. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു പാരഗണിൽ ഉച്ചക്കത്തെ ബിരിയാണി കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നേരെ പാരഗണിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നു. നേരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സീറ്റ് കിട്ടി. ആശിക്ക് കള്ളവോട്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് ഇതിന് കള്ളവോട്ട് എന്നാണ് പറയുക, ഓപ്പൺ വോട്ട് എന്നാണോ? കള്ളവോട്ട് ചെയ്തു. നമ്മള് പാരഗണിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര ഹൈപ്പിനുള്ള ബിരിയാണി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ എൻ്റെ അഭിപ്രായം? പിന്നെ നമ്മള് ഒരു ഐറ്റം ഓർഡർ ചെയ്തു. എന്തേനു? ചെറിയ ഉള്ളി ചിക്കൻ. ചെറിയ ഉള്ളി ചിക്കൻ. അത് ഭയങ്കര നമുക്കിഷ്ടായില്ല. കുഴപ്പമില്ല, അങ്ങനെ ഒരു ആവറേജ്. ഇനി നമ്മൾ നേരെ ഹൈലൈറ്റിൽ പോവാണ്. ഹൈലൈറ്റിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, വെറുതെ ആഷിക്ക് കുറച്ചായിട്ട് പറയുന്നുണ്ടായിരുന്നു സ്കെച്ചേഴ്സിൻ്റെ ഒരു ഷൂ മേടിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ ഹൈലൈറ്റിൽ പോയപ്പം സ്കെച്ചേഴ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറി. കുറേ ട്രയലിന് ശേഷം അവനൊരു ഷൂ എടുത്തു. അത്യാവശ്യം ഞാൻ നല്ല പോസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ അവിടെയുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ മേടിച്ചു. ഈസി ബൈയിലും സ്റ്റുഡിയോയിലാണ് പോയിട്ടുണ്ടായിനെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഡെസേർട്ടൊക്കെ കഴിക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തോട്ട് പോയപ്പോഴാണ് ഈ ഒരു ഷോപ്പ് നമ്മുടെ കണ്ണിൽ പെട്ടത്. സംഭവം അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു ബ്രൗണി ലാവിയായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈലൈറ്റ്സിൽ വരുമ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് ആ കാണുന്ന കളർ. ഓക്കെ, അവിടുന്ന് ഞാൻ പേര് മെൻഷൻ ചെയ്യാം. മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കണം. വേർത്താണ്, നല്ല ടേസ്റ്റ്. നമ്മൾ ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി എന്താ പരിപാടി? ബീച്ച്. നമ്മൾ ബീച്ചിൽ പോവാണേ. ബീച്ചിലെത്തിയപ്പോൾ എനിക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ സ്റ്റാർബക്സിൽ കയറിയിട്ട് ഒരു കോഫി കുടിക്കുക എന്നുള്ളത്. ഞാൻ സ്റ്റാർബക്സിൽ കയറിയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ ഇതിന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇത് കഴിക്കുന്നില്ലേ? വഴി അറിയാലോ അല്ലേ? ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് നിന്ന് തിരിച്ചപ്പോൾ. പിന്നെ നമ്മൾ ഫറൂഖ് വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ടിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഫറൂഖിൽ നിന്ന് കട്ടൻസിൽ പോയിട്ട് ഷവർമ്മയൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല. അവരൊക്കെ ഷവർമ്മയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ബൈ.